ഹലോ നമസ്കാരം, വെൽക്കം ടു എൻ്റെ ഒപ്പീനിയൻ. സോ ഞാനൊരു കൊല്ലം മൂകാംബിക ഞങ്ങൾ ട്രിപ്പ് പോകാൻ്റെ ഒരു ഐറ്റിനറിയാണ് പറയുന്നത്. ഞങ്ങൾ 3 days ട്രിപ്പായിരുന്നു പോയത്. നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്ലാൻ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാണ്ടിരിക്കാം. സോ ഞാൻ എൻ്റെ അമ്മ, എൻ്റെ മേമ ആൻഡ് എൻ്റെ വല്യമ്മയാണ് പോയത്. സോ ദേ ആർ ഓൾ ഇൻ ദ 50s. അപ്പോൾ അവരെ കൊണ്ടാണ് പോയതും. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ്, ഞാൻ ബേസിക്കലി ബാംഗ്ലൂർ ടു കോഴിക്കോട് പോയിട്ട് അവിടെ നിന്നാണ് മാറിക്കരുത്. സോ നിങ്ങൾ കോഴിക്കോട് നിന്ന് കയറുകയാണെങ്കിൽ 6 hours എന്തോ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ബയ്യന്തൂർ സ്റ്റേഷനിൽ കിട്ടുന്ന ട്രെയിനിന് പോകുന്നത് നല്ലത്. ഞങ്ങൾ കുന്താപുരമാണ് പോയത്. കുന്താപുരം കുറച്ചും കൂടി ദൂരമാണ് ബയ്യന്തൂരിനേക്കാളും. ഞങ്ങൾക്ക് ഇറങ്ങിയ പാട് ഞങ്ങൾക്ക് ക്യാബ് കിട്ടി. സോ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ലൈക്ക് ഒരു ക്യാബിന് 1600 rupees. അപ്പോൾ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു ടോട്ടലി ക്യാബിൽ. ഞങ്ങൾ 4 പേര്, ഞാൻ, അമ്മ, വല്യമ്മ, മേമ, ഞങ്ങൾ 4 പേരും. ബാക്കി വേറെ 2 പേരും ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പം ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് കൊടുത്തുള്ളൂ. അത് സത്യം പറഞ്ഞാൽ ലാഭമാണ്. നിങ്ങൾക്ക് കുന്താപുരം സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ പുറത്ത് നിർത്തിയിരുന്ന ക്യാബിൽ നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് പോവാം. ഒരാൾക്ക് 200 രൂപ വെച്ച് കൊടുത്താൽ മതി, 200-300 രൂപ വെച്ച് കൊടുത്താൽ മതി. ആൾ കൂടുതലുണ്ടെങ്കിൽ പൈസ കുറയും. പിന്നെ നിങ്ങൾ ബയ്യന്തൂർ ഇറങ്ങുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് ബയ്യന്തൂർ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്നും പോവാം. അതാണ് എളുപ്പം. പക്ഷെ ഞങ്ങൾ വന്നത് കുന്താപുരം വഴിയാണ്. സോ കുന്താപുരം ഞങ്ങളൊരു 2:30-ക്ക് എത്തി. അവിടുന്ന് ഞങ്ങൾ മൂകാംബിക അമ്പലം എത്തിയപ്പോഴേക്കും ഒരു 3:30-4 മണിയായി. സോ ഞങ്ങൾ ജഗദാംബിക ലോഡ്ജാണ് ബുക്ക് ചെയ്തത്. അമ്പലത്തിൻ്റെ തന്നെയാണ്, ഗസ്റ്റ് ഹൗസാണ്, അമ്പലത്തിൻ്റെ ഗസ്റ്റ് ഹൗസ്. അത് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യണം. ഓൺലൈനിൽ എന്തായാലും ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടൂല റൂം അവിടെ പോയാൽ. സോ അപ്പോഴൊന്ന് പ്രീ ബുക്ക് ചെയ്തിട്ട് തന്നെ അങ്ങോട്ട് പോവാം. സോറി, എൻ്റെ ലാപ്ടോപ്പ് അടച്ചതാണ്. അപ്പം അവിടെയാണ് ഞങ്ങൾ സ്റ്റേ. റൂംസൊക്കെ കുഴപ്പമില്ല. പക്ഷെ ചൂടുവെള്ളം രാവിലെ 6 മണി തൊട്ട് 5 മണി തൊട്ട് 7 മണി വരെ വരുള്ളൂ. കുഴപ്പമില്ലാത്ത റൂംസാണ്. നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ റൂമാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. സോ ഒരു ദിവസത്തിന് 500 രൂപയാണ് ഒരു റൂമിന്, വിച്ച് ഇസ് ക്വൈറ്റ് റീസണബിൾ. 3 പേർക്ക് സുഖമായിട്ട് ആ റൂമിൽ കിടക്കാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ. സോ അവിടുന്ന് ലൈക്ക് ആ റൂമിൻ്റെ വിൻഡോന്ന് നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഗോപുരം വരെ കാണാം. അത്രയും ലൈക്ക് റൂമിൻ്റെ നേരെ മുന്നിലാണ് അമ്പലം. സോ അത് നല്ലൊരു റൂമാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് റൂംസ് ബുക്ക് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് റൂംസ് ബുക്ക് ചെയ്യാം. ഐ വുഡ് റെക്കമെൻഡ് ഒരു കുഞ്ഞു ഫാമിലി ട്രിപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെ എടുത്താൽ മതി. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ ജാസ്തി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാം. ഇത് കുറച്ചും കൂടെ അടുത്താണ്. 2-3 ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ജഗദാംബിക, ലളിതാംബിക, അങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അമ്പലത്തിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന് ശേഷം ഞങ്ങൾ അന്ന് നൈറ്റ് അമ്പലത്തിൽ തന്നെ പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. അമ്പലത്തിൽ തന്നെ ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ രാവിലത്തെ ദർശനത്തിന് പോയി അമ്പലത്തിലേക്ക്. ഞാൻ കുറച്ച് ക്ലിപ്സ് ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം. നമ്മൾ അമ്പലത്തിൽ പോയതിൻ്റെയൊക്കെ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ മുരുടേശ്വറിലേക്ക് പോകാൻ വിട്ടു. സോ മുരുടേശ്വർ നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ്സില്ല. ആദ്യം മൂകാംബികയിൽ നിന്ന് ബയ്യന്തൂർ പോകണം. കൊല്ലൂർ ടു ബയ്യന്തൂർ. ബയ്യന്തൂരിൽ നിന്ന് KSRTC കിട്ടും മുരുടേശ്വറിലേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പോയത്. പിന്നെ ഒരു 2 hours എടുക്കും, 1.5-2 hours എന്തായാലും എടുക്കും. മുരുടേശ്വർ മീൻസ് ബ്യൂട്ടിഫുൾ. പക്ഷെ മേക്ക് ഷുവർ നിങ്ങൾ 3 മണിക്ക് ശേഷം എത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ രാവിലെ പോവാം. 3 മണിക്ക് അമ്പലം ഓപ്പൺ ആവുള്ളൂ. പിന്നെ ഭയങ്കര വെയിലായിരിക്കും. സോ നോക്കി കണ്ടും പോവാം. ഞങ്ങൾ ഭയങ്കര വെയിലായതുകൊണ്ട് അവിടെ ഒരു നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് വെയിലൊക്കെ ഒന്ന് താന്നു, അമ്പലം ഓപ്പണായി. ഞങ്ങൾ അമ്പലത്തിൽ കയറി. ആദ്യം ഞങ്ങൾ വ്യൂ കണ്ടു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആ വ്യൂ നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ. 18th ഫ്ലോറിലേക്കാണ്. 20 രൂപയാണ് ഒരാൾക്കുള്ളൂ, 20 rupees ഒരാൾക്കുള്ളൂ. ഭയങ്കര ഭംഗിയാണ് കാണുന്നത് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ. എന്തായാലും നിങ്ങളൊന്ന് പോയി കാണണം. പിന്നെ ഞങ്ങൾ ടെമ്പിളിൽ ദർശനമൊക്കെ ചെയ്തു. മേലെ കയറാൻ പറ്റില്ല, ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടുത്തെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഇവർക്ക് എല്ലാവർക്കും കുറച്ച് ഏജിലുണ്ട്, കാലിന് വേദനകളുണ്ട്. നമ്മൾ കയറിയില്ല, പക്ഷേ യു ഷുഡ് ആക്ച്വലി വിസിറ്റ്. അതിനുശേഷം ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിലും കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റൂളിലിരിക്കുകയാണ് ബീച്ചിൽ ചായയും കുടിച്ചിട്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയി എന്ത് ചെയ്യണം. പക്ഷെ ഞാൻ നമ്മളെ കടലിൻ്റെ അറ്റം വരെ പോവില്ലേ, ആ ഒരു അതിൽ പോയി. ആൻഡ് നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 ദിവസത്തേക്ക് റൂം മൂകാംബികയിലാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് തിരുത്താം. നിങ്ങൾ എന്ത് ചെയ്യണം, 2nd day റൂം മുരുടേശ്വർ ബുക്ക് ചെയ്യാം.
നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ അത് അത്ര കണ്ടാൽ മതി അമ്പലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡേ ഈവനിങ് നമ്മൾ പോയി, സെക്കൻഡ് ഡേ മോർണിംഗ് പോയി അമ്പലത്തിൻ്റെ ദർശനം അവിടെ തീർത്തിട്ട് നെക്സ്റ്റ് ദിവസം മുരുടേശ്വർ പോയി. മുരുടേശ്വർ തന്നെ ഹോട്ടൽ എടുക്കുക. സെക്കൻഡ് ഹോട്ടൽ നിങ്ങൾ മുരുടേശ്വർ എടുക്കുക. ബിക്കോസ് മുരുടേശ്വർ എൻജോയ് ചെയ്യാൻ കുറേ ഉണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് സൂപ്പറായിട്ട് ചില്ലൊക്കെ ആക്കാം. ബീച്ചൊക്കെ ഉള്ളതാണ്, നല്ല രസമാണ്. പിന്നെ അവിടുന്ന് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനും അടുത്താണ്. സോ ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് അവിടെ തന്നെ എന്തെങ്കിലും ഒരു റൂം എടുത്തിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യാം. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മുരുടേശ്വർ പോയി ഒരു 4-4:30 ആകുമ്പോഴേക്കും ഞങ്ങൾ റിട്ടേൺ വന്നു. അഗൈൻ 2 hours ട്രാവൽ ചെയ്ത് കൊല്ലൂർ വന്ന് അന്ന് നൈറ്റ് ദേവീൻ്റെ ദർശനം ചെയ്ത് അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ ഫുഡ് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു അമ്പലത്തിലത്തെ. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ബീച്ചിൽ തന്നെ കഴിച്ചു, നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റ്. ഫുഡൊന്നും കൊള്ളൂല മുരുടേശ്വറിലുള്ള, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വിശക്കുന്നതുകൊണ്ട് കഴിക്കുക, അത്ര തന്നെ. പിന്നെ ദേവീൻ്റെ അമ്പലത്തിൽ തന്നെ ഞങ്ങൾ നൈറ്റത്തെ ഫുഡ് കഴിച്ചു, അതേ റൂമിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ലാസ്റ്റ് ദർശനം നമ്മൾ ദേവീനോട് ബായ് പറയാൻ പോയതാണ്. നമ്മൾ ദർശനമൊക്കെ ചെയ്ത് സൗപർണിക റിവറിൽ പോയി. നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ, നല്ല രസമാണ്. കുറേ മീനുകളുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ ലഡു മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലഡു മീനുകൾക്കൊക്കെ കൊടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്. നിങ്ങൾക്ക് അവിടെ കുളിച്ച് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ അമ്പലം ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെയ്യാം. അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ഞാൻ വേണമെങ്കിൽ കോമൻസിലിടാം. എല്ലാ ഹോട്ടലും നല്ലല്ല കേട്ടോ ഫുഡ്, ചില ഹോട്ടലിലെ ഫുഡ് നല്ലുള്ളൂ. ഇത് അന്ന് തുറന്ന ഹോട്ടലായിരുന്നു, ലൈക്ക് ഞങ്ങൾ പോയ അന്നായിരുന്നു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ബസ് പിടിച്ചു. ഞങ്ങളുടെ ട്രെയിൻ 4 മണിക്കായിരുന്നു ബയ്യന്തൂരിൽ നിന്ന്, ഈവനിങ് 4 മണിക്ക്. അപ്പം ഞങ്ങൾ ഒരു 1:30-2 മണിയാകുമ്പോഴേക്ക് കൊല്ലൂരിൽ നിന്ന് ബസ് പിടിച്ചു ബയ്യന്തൂരിലേക്ക്. ഞങ്ങൾ കുറച്ചേരം സ്റ്റേഷനിലായിരുന്നു. അവിടെ സ്റ്റേഷനിൽ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇരിക്കാൻ പോയില്ല, ഞങ്ങൾ അവിടെ അടങ്ങിയിരിക്കില്ല, നല്ല പൂതിയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ അതും ഇതൊക്കെ മേടിച്ച് തിന്നാനൊക്കെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വൈൻഡപ്പ് ചെയ്തു. ദിസ് ഇസ് എ വെരി നൈസ് ട്രിപ്പ്, ദിസ് എ വെരി വണ്ടർഫുൾ ട്രിപ്പ്. നിങ്ങൾക്ക് ഇതിൽ ഒരു എക്സ്ട്രാ സ്ഥലം കൂടെ ആഡ് ചെയ്യാം, ദാറ്റ് ഈസ് ഉടുപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മുരുടേശ്വർ സ്റ്റേ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുരുടേശ്വർ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗ് മുരുടേശ്വർ ടു ഉടുപ്പി ട്രെയിൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഉടുപ്പിയിലേക്ക് ട്രെയിന് പോവുക, ഉടുപ്പി കൃഷ്ണൻ ടെമ്പിൾ കാണുക. ഉടുപ്പിയിൽ നിന്ന് നിങ്ങൾ കോഴിക്കോടാണ് തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായാലും ഉടുപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് ട്രെയിൻസ് കിട്ടും കുറേ. അപ്പോൾ അങ്ങനെ ഉടുപ്പിയും കൂടെ പോവാം. ഞങ്ങളത് ചെയ്തില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞ ഏജുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അധികം കറങ്ങി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ മൂകാംബിക ഐറ്റിനറി, മൂകാംബിക മുരുടേശ്വർ ഐറ്റിനറി. ഇനി നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യൂ, ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. താങ്ക് യു. സൈനിങ് ഓഫ്.